ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ തൻവി ദ ഗ്രേറ്റ് എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ശ്രീനിവാസൻ, സമർ എന്നീ രണ്ടുപേർ കാശ്മീരിലെ ഒരു ആർമി ക്യാമ്പിലൂടെ ഒരു വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ആർമി ഓഫീസർമാരാണ്. അതിൽ സമർ എന്ന് പറയുന്നയാൾ തൻ്റെ ഭാര്യയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമറിന് ലോകം തന്നെ അയാളുടെ മകളായ തൻവിയാണ്. തൻവി, അച്ഛൻ വേഗം വരും, വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് കളിക്കാം എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല അച്ഛാ, നിങ്ങൾ ആ ബനാ ഹിൽസിലേക്ക് പോയോ? കാരണം അവിടെ ആർക്കും കടക്കാൻ കഴിയില്ല, മല കയറാനും കഴിയില്ല. അങ്ങനെയുള്ള ആ മലയിൽ കയറി നിങ്ങൾ ദേശീയ പതാക ഉയർത്തുമോ ഇല്ലയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അതല്ലേ അച്ഛൻ്റെ സ്വപ്നം, ഉയർത്തിയിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കുകയാണ്. ഇപ്പോൾ അടുത്തിരിക്കുന്ന ശ്രീനിവാസനോടും തൻ്റെ മകളുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഇവളാണ് എൻ്റെ ലോകം, അവളുടെ പേര് തൻവി എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഒരു ബോംബ് പൊട്ടുന്നു. അതിൽ ഇവരുടെ വണ്ടിയും അപകടത്തിൽ പെടുന്നു. ഇതിൽ വളരെ ദാരുണമായി നമ്മുടെ തൻവിയുടെ അച്ഛൻ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയാണ്. ഇപ്പോൾ കഥ ഒരു 20 വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. നമ്മുടെ തൻവി ഇപ്പോൾ വളർന്നു. നമ്മുടെ തൻവി വളരെ സ്പെഷ്യലായ കുട്ടിയാണ്. കാരണം അവളൊരു സ്പെഷ്യൽ ചൈൽഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് ഒരുപാട് മെമ്മറി പവർ ഉണ്ട്. അവൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും ഇത് ഞാൻ ചെയ്യാമോ എന്ന് തൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ തൻ്റെ ഗുരുവിനോടോ ചോദിച്ചിട്ടേ ചെയ്യൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ ഭയപ്പെടും. അങ്ങനെ 20 വയസ്സായിട്ടും ഒരു കുട്ടിയെ പോലെയാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ എവിടേക്കാണ് തൻവി പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ തൻവിയുടെ അമ്മ അമേരിക്കയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നതിനാൽ തൻവിയെ നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് മുംബൈയിൽ നിന്നും കാശ്മീരിലുള്ള തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്കാണ് തൻവിയെ പറഞ്ഞയക്കുന്നത്. തൻവിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കണമല്ലോ. ഇതുവരെ ചെറിയ പ്രായം മുതൽ ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ എന്ന സങ്കടം ഉണ്ടെങ്കിലും, നീ ആരുടെ മകളാണ്? സമറിൻ്റെ മകളാണ്, അത് മനസ്സിൽ വെച്ചോ, നിനക്ക് തനിയെ നിൽക്കാൻ കഴിയും എന്ന അമ്മയും പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നേരെ കാശ്മീരിലേക്ക് തിരിക്കുകയാണ്. കട്ട് ചെയ്താൽ അതേ കാശ്മീരിലുള്ള നമ്മുടെ തൻവിയുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് റെയ്ന. ഇദ്ദേഹവും ഒരു മിലിറ്ററി മാനാണ്, ഇപ്പോൾ റിട്ടയറാണ്. തൻവിയുടെ അച്ഛനില്ലേ, അദ്ദേഹം ഈ മുത്തശ്ശൻ്റെ മകനാണ്. അയാൾ മരിച്ച സങ്കടത്തിൽ ഒരുപാട് വർഷങ്ങളായി ഏകാന്തതയിലാണ് ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കൊച്ചുമകളെയോ മരുമകളെയോ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. ഇപ്പോൾ പോലും റോഡിൽ വെറുതെ ചെറിയ കുട്ടികളുമായി വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി നമ്മുടെ തൻവിയും അവളുടെ അമ്മയും വരികയാണ്. തൻവിയുടെ അമ്മ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് ആ മുത്തശ്ശനും തൻ്റെ കൊച്ചുമകളെ ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുന്നുണ്ട്. തൻവി എന്ന് വിളിച്ചതും നമ്മുടെ ഹീറോയിൻ പേടിച്ച് കാറിൽ പോയി ഒരു മൂലയിലിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷവും കാറിൽ നിന്ന് ഇറങ്ങാതെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവളെന്താ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, അവൾ കുറച്ച് സ്പെഷ്യൽ ചൈൽഡാണ്, അങ്ങനെയാണ് വളർന്നത് എന്ന് അമ്മ പറഞ്ഞതും അദ്ദേഹം വല്ലാതെ ആവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വിളിക്കുകയാണ്. നമ്മുടെ തൻവിക്ക് വാതിൽ പടി പോലും കടക്കാൻ അറിയില്ല. വാതിലിനടുത്ത് നിന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ച് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൾ ചാടി അകത്തേക്ക് വരുന്നത്. സ്വന്തം മുത്തശ്ശനെ അവൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നില്ല, കേണൽ റെയ്ന എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. കാരണം ചെറുപ്പത്തിൽ തന്നെ കാണാൻ വരാതിരുന്നുകൊണ്ട് സ്വന്തം മുത്തശ്ശനോട് അവൾക്ക് ദേഷ്യമാണ്. അങ്ങനെ വിരുദ്ധ സ്വഭാവമുള്ള ആ മുത്തശ്ശൻ്റെ കൂടെയാണ് നമ്മുടെ തൻവി ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. വീട്ടിൽ വന്നതും നമ്മുടെ തൻവിയുടെ അച്ഛൻ്റെ റൂമിൽ തൻവിക്ക് താമസിക്കാനായി ലഗേജ് ഒക്കെ കൊടുത്ത് ഇവർ രണ്ടുപേരും അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ ആ റൂമിൽ കയറിയതും അവൾ വല്ലാതെ ഭയപ്പെടുന്നു. ഈ റൂം ഒട്ടും സമാധാനപരമല്ല, ഇവിടെ ഒന്നും ശരിയല്ല, ഒരു ജനൽ പോലുമില്ല, എനിക്കിവിടെ സമാധാനമായി ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന് കരയാണ്. ഉടനെ അടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്ന് അവളെ ആശ്വസിപ്പിച്ച്, ഒന്നുമില്ല മോളെ, എൻ്റെ റൂമിൽ നീ താമസിച്ചോ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അടുത്തുള്ള മറ്റൊരു റൂമിൽ അവളെ താമസിപ്പിക്കുന്നു. അവിടെ ഒരു ജനലുണ്ട്. അത് കണ്ടതും നമ്മുടെ ഹീറോയിൻ കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഇതെല്ലാം ആ മുത്തശ്ശൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണിത്, 20 വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണോ ഇങ്ങനെ പെരുമാറുന്നത്? കുട്ടിയെ പോലെയാണല്ലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് പെടയാണ്. ഇവിടെയാണോ നമ്മൾ നോക്കേണ്ടത് എന്ന് അദ്ദേഹത്തിനും ഒരു ചിന്ത വരുന്നുണ്ട്. എങ്കിലും കൊച്ചുമകളല്ലേ എന്ന് കരുതി രാത്രി തൻവിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിരവധി ഭക്ഷണങ്ങൾ അദ്ദേഹം പാകം ചെയ്യുന്നു. എന്നാൽ തൻവി വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ. അതും വെജിറ്റേറിയനിൽ തന്നെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ. അത് അവൾ എപ്പോഴും ടിഫിൻ ബോക്സിൽ ഇട്ട് വയ്ക്കും. അത് തന്നെ അവൾ തുറന്നു കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വലിയ നിരാശയാവുന്നുണ്ട്. തൻവിക്ക് പാൻ കേക്കുകൾ വളരെ ഇഷ്ടമാണ്, അതെപ്പോഴും അവൾ കഴിക്കും. ശരി, കൊച്ചുമകൾക്ക് സ്നേഹത്തോടെ വാരി കൊടുക്കാമെന്ന് കരുതി മുത്തശ്ശൻ അടുത്ത് വന്ന് കുറച്ച് പായസം കൊടുത്താൽ എനിക്ക് മധുരം തരുവാണോ എന്ന് ചോദിച്ച് അവളത് തട്ടിമാറ്റും. ഇതിൽ അദ്ദേഹത്തിന് ദേഷ്യം വർദ്ധിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയിന് സംഗീതം വളരെ ഇഷ്ടമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു പാട്ടുമാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നിന്നെ ക്ലാസ്സിൽ ചേർത്ത് തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ തൻവിയെ മുത്തച്ഛൻ വിളിച്ചുകൊണ്ട് ആ പാട്ടുമാഷിൻ്റെ വീട്ടിലേക്ക് വരാണ്.
ആ പാട്ടുമാഷ് കുറച്ച് സൗമ്യമുള്ള പ്രകൃതക്കാരനാണ്. എന്താ ആർമിക്കാരാ, കൊച്ചുമകൾക്ക് പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തല്ലോ. എവിടെ നിന്റെ കൊച്ചുമകൾ? ദേ ഇവളാണ് എൻ്റെ കൊച്ചുമകൾ. ആ, ഇത്ര വലിയ പെൺകുട്ടിയാണോ? ഞാൻ ചെറിയ കുട്ടികൾക്കല്ലേ പാട്ട് പഠിപ്പിക്കാറുള്ളൂ. അയ്യോ, കാണാൻ വലിയ പെൺകുട്ടിയാണെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്നതെല്ലാം കൊച്ചു കുട്ടികളെ പോലെയാണ്. നീ ഒരു തവണ അവളെ അകത്ത് വിട്ട് സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുന്നു. അവിടെ തൻവി വളരെ ചെറിയ കുട്ടിയെ പോലെ പെരുമാറിയപ്പോൾ, എന്താണിത്, ഞാൻ പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികളെക്കാളും ചെറിയ കുട്ടിയുടെ സ്വഭാവമാണല്ലോ ഇവള് കാണിക്കുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവളുടെ തലയിൽ കയറുമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. തൻവിയുടെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ അവൾ നന്നായി മനപ്പാടാക്കിക്കോളും, അവള് റോബോട്ട് പോലെ പറയുന്നതെല്ലാം റിപ്പീറ്റ് ചെയ്യും, മനസ്സിലാക്കും. അങ്ങനെയാണോ? അത്ര ബുദ്ധിമതിയായ സ്റ്റുഡൻ്റ് ആണോ? ചെക്ക് ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞ് അദ്ദേഹവും ചില സംഗീതം ചൊല്ലിക്കൊടുക്കുകയാണ്. അത് നമ്മുടെ തൻവി വളരെ മനോഹരമായിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ പാട്ടുമാഷിനും തൻവിയെ വളരെ ഇഷ്ടമാവുന്നുണ്ട്. എന്നാൽ തൻവിയുടെ പെരുമാറ്റം കണ്ട് തൻവിയുടെ മുത്തശ്ശന് സഹിക്കാൻ കഴിയുന്നില്ല. കൊച്ചുമകൾ എങ്ങനെയൊക്കെയോ ആകുമെന്ന് കരുതിയാൽ ഒരു മുതിർന്ന പെൺകുട്ടി ആയിട്ടും കുട്ടികളെ പോലെ പെരുമാറാണ്. ഇവളിങ്ങനെയാണെങ്കിൽ എൻ്റെ മാനം കപ്പലേറും. ഞാൻ ആർമിയിലെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു റിട്ടയറായി വളരെ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. എനിക്കൊന്നും ഇവളെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ്റെ അമ്മയ്ക്കും ദേഷ്യം വരാണ്. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ അവളുടെ മുത്തശ്ശനാണ്, അത് മനസ്സിൽ വയ്ക്കണം. ഭർത്താവ് മരിച്ചതിൽ പിന്നെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇത്രയും വർഷം ഞാൻ തൻവിയെ മാത്രമാണ് നോക്കിയത്. ഇപ്പോൾ എൻ്റെ സ്വപ്നം വീണ്ടും നേടിയെടുക്കാൻ ഒരു ചെറിയ അവസരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു സഹായവും ചെയ്യാതെ എല്ലാവരും ചേർന്ന് അതും ഇല്ലാതാക്കാൻ നോക്കുകയാണോ എന്നവർ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ്റെ മനസ്സ് പതുക്കെ മാറുന്നുണ്ട്. നാളെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് അമേരിക്കയ്ക്ക് പോകണം. തൻ്റെ മകളോട് മുത്തശ്ശൻ പറയുന്നത് കേട്ട് മിണ്ടാതെ ഈ വീട്ടിലിരിക്കണം, കേട്ടല്ലോ എന്ന് പറയുന്നു. ഇപ്പോൾ അവളും വളരെ സങ്കടത്തോടെ അമ്മയെ മിസ് ചെയ്യുന്നത് പോലെ അമ്മയുടെ ദേഹത്തേക്ക് ചായുന്നു. കട്ട് ചെയ്താൽ അടുത്ത ദിവസം മുത്തശ്ശൻ ഒരു മേജറെ കാണാൻ വരികയാണ്. ഈ മേജർ മുത്തശ്ശൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവരെപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യും. അങ്ങനെ ഈ മുത്തശ്ശൻ തന്നെ മരുമകളോട് സംസാരിച്ചത് വലിയ തെറ്റായി പോയെന്ന് മനസ്സിലാക്കുകയും, കൊച്ചുമകളെയല്ലേ നമ്മൾ ഇങ്ങനെ പറഞ്ഞത്, അവൾ എത്ര സ്പെഷ്യൽ ആണെങ്കിലും നമ്മുടെ കൊച്ചുമകളാണ് എന്ന് അദ്ദേഹം അവിടെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അന്ന് രാത്രി തന്നെ യാത്ര തിരിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ ജോലി സമാധാനമായി പോയി ചെയ്തിട്ട് വാ. തൻവിക്ക് മുത്തശ്ശനായി മാത്രമല്ല ഒരച്ഛനായും ഇരുന്ന് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുന്നു. ആ സന്തോഷത്തോടെ അടുത്ത ദിവസം ഹീറോയിൻ്റെ അമ്മയും അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. ഹീറോയിൻ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു റോബോട്ട് പോലെയാണ് ഹീറോയിൻ പെരുമാറുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അമ്മയോട് ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് അവിടെ കെട്ടിപ്പിടിക്കുന്നത്. നല്ലതുപോലെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് വീടിനകത്ത് വന്ന് വളരെ ഫോർമലായി ബൈ പറയാണ്. സത്യത്തിൽ ഇങ്ങനെ ഫോർമൽ ആയിരിക്കുന്നതാണ് തൻവിയുടെ സ്നേഹം. അത് മനസ്സിലാക്കി അമ്മ അവിടെ നിന്നും പോവുകയാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ മുത്തശ്ശനും തൻവിയും മാത്രമേ വീട്ടിലുള്ളൂ. മുത്തശ്ശൻ പതിവ് പോലെ കടയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വീടാകെ അവിടെ വേറെ രീതിയിൽ അലങ്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുറത്തു വെച്ച് വളർത്തുന്ന ചെടികളെല്ലാം നമ്മുടെ തൻവി വീടിനകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ അടക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചതിന്, ഈ ചെടികളെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ശ്വസിക്കാൻ കഴിയും, അതുകൊണ്ടാണ് എന്ന് വളരെ കൂളായി പറഞ്ഞപ്പോൾ മുത്തശ്ശന് ദേഷ്യം വരാണ്. അതിനുശേഷം ഒരു എലിയെയും പൂച്ചയും പോലെയാണ് അവർ ആ വീട്ടിൽ ജീവിക്കുന്നത്. തൻവി വളരെ സെലക്റ്റീവായി വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ. പാൻ കേക്കുകൾ കൂടുതലായി കഴിക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഷുഗർ. എപ്പോഴും കേക്ക് തന്നെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു വഴക്ക്. പാട്ട് ക്ലാസ്സിലെ പാട്ടുമാഷില്ലേ, അദ്ദേഹം ഇപ്പോൾ തൻവിയുമായി വളരെ ക്ലോസ് ആവുന്നുണ്ട്. സത്യത്തിൽ തൻവിയുടെ മാനസികാവസ്ഥയെല്ലാം മനസ്സിലാക്കി വളരെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. തൻവിയുടെ അമ്മയും ഇപ്പോൾ അമേരിക്കയിലെത്തിയിട്ട് സ്വന്തം മകൾക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുകയും അവർ അമേരിക്കയിൽ അവരുടെ ജോലി നോക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു ദിവസം നമ്മുടെ തൻവി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മുകളിലിരിക്കുന്ന ഒരു പാൻ കേക്ക്, അതായത് മൂന്നാമത്തെ തട്ടിലിരിക്കുന്ന ആ പാൻ കേക്ക് എത്തിയെടുക്കുകയാണ്. അതിൽ ഒരു പാൻ കേക്ക് താഴെ വീഴുന്നു. അത് ആ വഴി വരുന്ന ഒരു മേജറല്ലേ, അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. എന്താ മോളെ, താഴെയുള്ളത് തന്നെ എടുത്താൽ പോരെ? അല്ലല്ല, താഴെയൊക്കെ എക്സ്പയർ ആയ ആ പഴയ സാധനങ്ങളെ വയ്ക്കൂ, അതുകൊണ്ടാണ് മുകളിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ, ഇത് ആർമി ക്യാൻറ്റീനാണ്, ഇവിടെ എല്ലാം പുതിയ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആരാ നീ എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നിൽ തൻവിയുടെ മുത്തശ്ശൻ റെയ്ന വന്ന് നിൽക്കുന്നത്. എൻ്റെ കൊച്ചുമകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് എന്ന് പറഞ്ഞതും ഇപ്പോൾ ആ ക്യാപ്റ്റൻ തൻവിയുടെ അടുത്ത് വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. നിങ്ങളെ ആർമിയിൽ എന്താ വിളിക്കാറ് എന്ന് അവൾ ചോദിച്ചതിന്, എന്നെ സ്നേഹത്തോടെ ടൈഗർ എന്ന് വിളിക്കും എന്ന് ആ മേജർ പറയാണ്. എങ്കിൽ ഞാനും നിങ്ങളെ ടൈഗർ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും തൻവി ഓടിപ്പോകുന്നു. അങ്ങനെ ഇരിക്കെ ഈ മേജറിനെ ആദരിച്ചുകൊണ്ട് ഒരു അവാർഡ് നൽകുകയാണ്. ആ ഫംഗ്ഷനിൽ തൻവിയും മുത്തശ്ശനും പങ്കെടുക്കാൻ പോകുന്നു. ഇതെല്ലാം തൻവി വളരെ ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ്. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേജർ, ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുകയാണ്. എന്താ ഡൗട്ട്? നിങ്ങൾ വളരെ ധൈര്യശാലിയാണല്ലോ. അതെ, അതിലെന്താ സംശയം? അതുകൊണ്ടാണോ ഈ അവാർഡ് നൽകിയത്? അതെ, അപ്പോൾ എൻ്റെ അച്ഛൻ ധൈര്യശാലിയല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. എന്താ മോളെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, എൻ്റെ അച്ഛൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാനൊരു ബഹുമതിയോ അവാർഡോ കൊടുത്തിട്ടില്ലല്ലോ, അതാണ് ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ ധൈര്യശാലിയല്ലേ എന്ന് ചോദിക്കുന്നു.
ഇത് കേട്ട് അടുത്ത് നിൽക്കുന്ന മുത്തശ്ശനായ റെയ്നയുടെ കണ്ണു നിറയാണ്. അതെ, അദ്ദേഹത്തിന്റെ മകന് യാതൊരു ഔദ്യോഗിക ബഹുമതിയും നൽകാതെയാണ് അവിടെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോർത്ത് അദ്ദേഹം വളരെ സങ്കടപ്പെടുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു മരത്തിന്റെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കൂടെ മരിച്ച 3 പേർക്കും ഓരോ മരം നട്ടു. ആ മരങ്ങൾക്ക് അവരുടെ പേര് നൽകി. ഇത് നിന്റെ അച്ഛന്റെ പേരുള്ള മരമാണ് എന്ന് പറയുന്നു. അവിടെ തൻവി തന്റെ അച്ഛനെ ഓർത്തുകൊണ്ട് ആ മരത്തെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം തൻവി തന്റെ അച്ഛന്റെ ലാപ്ടോപ്പിലുള്ള ചില വീഡിയോകൾ കാണുകയാണ്. അതിൽ അവൾ കുട്ടിയായിരിക്കുമ്പോൾ കേക്ക് മുറിക്കുന്നത്, അച്ഛൻ വളരെ സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്നത്, പ്രധാനമായിട്ടും അച്ഛൻ ബനാ ഹിൽസ് എന്ന് പറയുന്ന ഒരു മലയിൽ പോയിട്ട് ആർക്കും ഉയർത്താൻ കഴിയാത്ത ദേശീയ പതാക അവിടെ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് തൻവി ശ്രദ്ധിക്കുന്നു. അതെല്ലാം കാണുമ്പോഴാണ് അവൾക്കൊരു ചിന്ത വരുന്നത്. അതായത് എൻ്റെ അച്ഛന് ഉയർത്താൻ കഴിയാതെ പോയ ആ പതാക ഞാൻ ഉയർത്തണം, ഞാൻ ആ മലയിലേക്ക് പോകണം, അതിന് ഞാൻ ആർമിയിൽ ചേരണം എന്ന് അവൾ അവിടെ തീരുമാനിക്കുന്നു. ഓൾറെഡി അവൾ വളരെ സ്പെഷ്യൽ ചൈൽഡാണ്. എന്നാൽ ഇവൾക്ക് ആർമിയിൽ ചേരാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഇപ്പോൾ അവളുടെ സ്വപ്നം രാത്രി 2 മണിക്ക് തൻ്റെ മുത്തശ്ശനെ വിളിച്ചുണർത്തി പറയുന്നു. എന്താ പാതിരാത്രിയിൽ വിളിച്ചുണർത്തി ആർമിയിൽ പോകാൻ പോകുന്നു എന്ന് പറയുന്നത്? എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്ന് കരുതി മുത്തശ്ശൻ വീണ്ടും ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ തൻവി 6 മണിക്കൊക്കെ എഴുന്നേറ്റ് മുത്തശ്ശ വാ, നമുക്ക് ജോഗിങ്ങിന് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഏയ്, എനിക്ക് വാക്കിങ്ങിനെ പോകാൻ കഴിയും, ജോഗിങ്ങിനൊന്നും ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി? അല്ല മുത്തശ്ശ, ഞാൻ ആർമിയിൽ ചേരാൻ പോവാണ്. ഞാനും അച്ഛനെ പോലെ ആകാൻ പോകുന്നു. നിനക്കെന്താ വട്ടാണോ? രാത്രി വെറുതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതിയത്. നീ സത്യമായിട്ടും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അതൊന്നും നടക്കില്ല. നിനക്ക് ഈ വീടിന്റെ വാതിൽപ്പടി പോലും നേരെ കടക്കാൻ അറിയില്ല. ആദ്യം ഈ വീടിന്റെ വാതിൽപ്പടി പേടിയില്ലാതെ എല്ലാവരെയും പോലെ സാധാരണമായി കടന്നു കാണിക്കേ. അതിനുശേഷം നിനക്ക് ആർമിയിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് തൻവിക്ക് അദ്ദേഹം ഒരു ടാസ്ക് കൊടുക്കുന്നു. അവളും പരിശീലിച്ച് ആ വാതിൽപ്പടി നല്ലതുപോലെ കടക്കാൻ നോക്കുന്നു. അങ്ങനെ മുത്തശ്ശന്റെ വാക്ക് കേട്ട് അന്ന് മുഴുവൻ ചാടി അവൾക്ക് കാലുവേദന വന്ന് അവൾ ബോധം കെട്ട് വീഴാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അവിടെ ആ മേജർ വന്ന് അവളെ കാണുന്നുണ്ട്. എന്താ തൻവി, ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ ആണെന്ന് തൻവി പറഞ്ഞതിന് ശേഷം മുത്തശ്ശൻ അടുത്ത് വന്ന് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? നിനക്കൊന്നും മിലിറ്ററിയിലൊന്നും പോകാൻ കഴിയില്ല. നീ വളരെ ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നു. ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താ പൊക്കോടെ? അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരെക്കാളും ഡിഫറെൻ്റ് ആണെന്ന്. ഞാൻ വളരെ യുണീക്കാണ്. എന്നെ പോലുള്ള ആളുകളെയാണ് മിലിറ്ററിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് അവൾ അവിടെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഇതിനു മുകളിൽ മുത്തശ്ശനെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. അവിടെ ഒരു മേജർ ഉണ്ട്. അദ്ദേഹം റിട്ടയർ ആയ വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലെ ആർമിയിലേക്ക് പോകുന്ന ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത് ആർമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയി നമുക്ക് ചേരാമെന്ന് കരുതി അദ്ദേഹത്തെ വന്ന് നമ്മുടെ ഹീറോയിൻ കാണുകയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസൻ. അവിടെ ശ്രീനിവാസൻ മറ്റുള്ളവർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തൻവി വെറുതെ വന്ന് ശല്യം ചെയ്യാണ്. ആരാണിത്? വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ മോളെ നിനക്ക് വേണ്ടത്? എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആർമിയിൽ ചേരണം, നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത് എന്ന് അവിടെ തൻവി അവളുടെ ബോഡി ലാംഗ്വേജിൽ പറയാണ്. അത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ചിരിയാണ് വരുന്നത്. നിനക്കൊന്നും ആർമിയിൽ പോകാൻ കഴിയില്ല, അതൊക്കെ നീ മറന്നേക്ക് എന്ന് പറയുമ്പോൾ തൻവി ഇമോഷണൽ ആവുന്നു. എൻ്റെ അച്ഛനും ഒരു ആർമിക്കാരനാണ്, എനിക്ക് എന്തുകൊണ്ട് ആകാൻ കഴിയില്ല? എൻ്റെ മുത്തശ്ശനും ആയിട്ടുണ്ടല്ലോ എന്നവൾ പറയുന്നു. അങ്ങനെയാണോ? നിന്റെ അച്ഛൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ സമർ എന്ന് പറയുന്നു. ആ പേര് കേട്ടതും മേജർ ശ്രീനിവാസൻ സെന്റിമെന്റൽ ആവുകയാണ്. സമറിന്റെ മകളാണോ നീ എന്ന് പറഞ്ഞ തൻവിയോടും ഒരു വാത്സല്യം തോന്നിയിട്ട് നിന്നെ ഞാൻ ക്ലാസ്സിൽ ചേർക്കാം എന്ന് പറഞ്ഞപ്പോൾ തൻവിക്ക് വലിയ സന്തോഷമാവുന്നു. എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ഒരു സംഭവം ഓർത്തു നോക്കുന്നു. ഓപ്പണിംഗ് സീനിൽ ഈ സമറിന്റെ കൂടെ ശ്രീനിവാസൻ വണ്ടിയിൽ പോകുമ്പോൾ ആ ബോംബ് സ്ഫോടനം നടന്നില്ലേ, അതിലൊരു പാലത്തിൽ നിന്നും ആ വണ്ടി താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. സമർ ശ്രീനിവാസനും 2 പേരും ആ വണ്ടിയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസന്റെ കാലൊടഞ്ഞ് കിടക്കുകയായിരുന്നു. സമറിന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടും തന്റെ മേലുദ്യോഗസ്ഥനായ ശ്രീനിവാസനെ ആ വണ്ടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് അയാൾ ആ വണ്ടിയോടൊപ്പം താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീനിവാസന്റെ ജീവൻ രക്ഷിച്ച സമറിനോട് ഇപ്പോൾ വരെയും ശ്രീനിവാസന് വലിയ ബഹുമാനമുണ്ട്. അങ്ങനെ സമറിന്റെ മകളെ കണ്ടപ്പോൾ അദ്ദേഹം കൂടുതൽ ഇമോഷണൽ ആവുന്നു. ഇപ്പോൾ മകള് തൻവിയോട് നിന്റെ അച്ഛൻ വലിയൊരു ധൈര്യശാലിയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരനായ വ്യക്തിയാണവൻ എന്ന് പറയുമ്പോൾ തൻവി വളരെ ഇമോഷണൽ ആവുകയും അവൾക്ക് മനസ്സിൽ തന്റെ അച്ഛന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണം എന്നുള്ള വാശി കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ ആർമി ട്രെയിനിങ്ങിന് ആവശ്യമായ വസ്ത്രങ്ങളെല്ലാം നമ്മുടെ തൻവി മുത്തശ്ശനോടൊപ്പം വാങ്ങാൻ വരുമ്പോൾ മുത്തശ്ശൻ ഞെട്ടുകയാണ്. നീ ആർമിയിൽ പോകരുതെന്ന് പറഞ്ഞതിന് ശേഷവും നിനക്കാരാ ട്രെയിനിങ് തരുന്നത്? നീ എവിടെ പോയി ചേർന്നു എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. അപ്പോഴാണ് ശ്രീനിവാസൻ പഠിപ്പിക്കുന്ന കാര്യം തൻവി മുത്തശ്ശനോട് പറയുന്നത്. അത് കേട്ടതും മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വരുന്നു. ഓൾറെഡി ശ്രീനിവാസൻ കാരണമാണ് സ്വന്തം മകൻ മരിച്ചത് എന്ന ദേഷ്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ശ്രീനിവാസനോട് എൻ്റെ കൊച്ചുമകളെ കൂടി നശിപ്പിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? നീ കാരണമാണ് എൻ്റെ മകന്റെ ജീവിതം തന്നെ ഇല്ലാതായത്. ഇനി എൻ്റെ കൊച്ചുമകളെ നീ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. അവിടെ നിന്നും തിരികെ പോരുമ്പോൾ ആ ശ്രീനിവാസന്റെ വീട്ടിൽ തന്നെ മകന്റെ ഒരു മെഡൽ ഇരിക്കുന്നത് മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നു. അത് ശ്രദ്ധിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ കാര്യം തൻവിയുടെ അമ്മയോടും മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ, അവൾ ആർമിയിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്, അവളെ തടയരുത്, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യും.
ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളെ തന്നെ അവളെ കൊണ്ടുപോയി ആ ക്യാമ്പിലാക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ അമ്മ ഫോൺ വെക്കുകയാണ്. ഇപ്പോൾ ഈ മുത്തശ്ശൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് തൻവിയെ കൊണ്ടുവന്ന് ആ ക്യാമ്പിലാക്കുന്നത്. ഇവിടെ നോക്ക് തൻവി, വൈകുന്നേരം വരെ ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കും. സൂക്ഷിച്ചു പോയിട്ട് വരണം കേട്ടല്ലോ. കുറച്ച് കഷ്ടമാണെന്ന് തോന്നിയാൽ വീട്ടിലേക്ക് പോന്നേക്കണം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ആ യൂണിഫോമും കൊടുക്കുന്നു. മുത്തശ്ശൻ തന്നെ യൂണിഫോം വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷത്തിൽ തൻവി അത് വാങ്ങുന്നു. ഇപ്പോൾ അവൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയാണ്. ആർമി ട്രെയിനിങ് സാധാരണ ട്രെയിനിങ് അല്ല, ഭയങ്കര കഷ്ടമാണ്. അതെല്ലാം തൻവി ആദ്യം ഫേസ് ചെയ്യാൻ ഭയപ്പെടുന്നു. ശാരീരിക ബലം മാത്രമല്ല, മാനസികമായും ബുദ്ധിപരമായും ബലം ആവശ്യമാണെന്ന് അവിടെ ശ്രീനിവാസൻ തൻവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽ തൻവിയുടെ മുത്തശ്ശൻ ഒരു ദിവസം തന്റെ സുഹൃത്തായ മേജറുടെ വീട്ടിലേക്ക് വരികയാണ്. മേജറിന് ഒരു മകനുണ്ട്. ആ മകൻ വിദേശത്താണ് പഠിക്കുന്നത്. ഇപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താ മോനെ, നിനക്കും അച്ഛനെ പോലെ ആർമിയിൽ വന്നുകൂടെ? എന്തിനാ ഇപ്പോഴും വരാതിരിക്കുന്നത് എന്ന് ചോദിച്ചതിന്, ആർമിയിലൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. ആർമിയിൽ വന്നാൽ എന്ത് പണമാണ് കിട്ടാൻ പോകുന്നത്? അത് ബിസിനസ് ചെയ്താൽ നന്നായി സമ്പാദിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവൻ വളരെ കാഷ്വലായി മറുപടി പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ മറ്റു കുട്ടികളെക്കാളും തൻ്റെ കൊച്ചുമകൾ വളരെ വ്യത്യസ്തയാണെങ്കിലും അവൾ ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം, ജീവൻ തന്നെ ത്യാഗം ചെയ്യണം എന്ന് ചിന്തിക്കുന്നില്ലേ? അവളുടെ ആ ചിന്ത വളരെ പവിത്രമായതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അന്നു തൊട്ട് സ്വന്തം കൊച്ചുമകളെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കാൻ മുത്തശ്ശൻ തീരുമാനിക്കുന്നു. ഇവിടെ തൻവിക്ക് ശ്രീനിവാസൻ എങ്ങനെ കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നും അതെങ്ങനെ ട്രെയിനിങ്ങിൽ നടപ്പിലാക്കാം എന്നതുപോലുള്ള നിരവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. തൻവി നന്നായി ട്രെയിൻ ആകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ തൻവിയുടെ പാട്ടുമാഷ് ഒരു മലമുകളിൽ കാർ വേഗത്തിൽ ഓടിച്ചു വരുമ്പോൾ താഴേക്ക് വീഴാൻ പോകുന്ന പോലെ ആവുന്നത്. കാറിനകത്ത് അദ്ദേഹം ഇരിക്കെ ചുറ്റുമുള്ളവരെല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ തൻവിയും ആ സംഭവ സ്ഥലത്തുണ്ട്. അവരുടെ ഗുരുവായ ശ്രീനിവാസനും ആ സ്ഥലത്തുണ്ട്. ആ സംഭവം കാണുമ്പോൾ ശ്രീനിവാസന് അദ്ദേഹം ആ ലോറിക്കകത്ത് കുടുങ്ങിക്കിടന്നതാണ് ഓർമ്മ വരുന്നത്. ആരും സഹായിക്കാൻ പോവാത്ത സമയത്ത് തൻവി സഹായിക്കാൻ ഓടുകയാണ്. ശ്രീനിവാസനാകട്ടെ അച്ഛനെ പോലെ ഇവളും മരിച്ചു പോകുമോ എന്ന് കരുതി തൻവിയെ തടഞ്ഞു നിർത്തിയിട്ട്, ഇവിടെ നിന്നും മാറരുത്, ഇതെന്റെ കമാൻഡാണ് എന്ന് പറയുന്നു. എന്നാൽ തൻവി അത് കേൾക്കാതെ മനുഷ്യന്റെ ജീവനാണ് മുഖ്യം എന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പാട്ടുമാഷിനെ കാറിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ കാറ് താഴേക്ക് മറിഞ്ഞു പോകുന്ന സമയത്ത് തൻവിയെ നമ്മുടെ ശ്രീനിവാസൻ രക്ഷിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ചുറ്റുമുള്ളവരെല്ലാവരും അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ശ്രീനിവാസന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തൻവിയുടെ അച്ഛൻ സമറിനെ എൻ്റെ കൺമുന്നിലാണ് നഷ്ടപ്പെടുത്തിയത്. തൻവിയെയും ഇതുപോലെ നഷ്ടപ്പെടുത്തേണ്ട. ഇവൾ വളരെ നല്ലൊരു കുട്ടിയാണ്, ഇവൾ നന്നായി ജീവിക്കണം, അതിന് ഇവൾക്ക് ഈ ആർമി ഒന്നും സെറ്റാകില്ല എന്ന് പറഞ്ഞിട്ട് ഇനി മുതൽ നീ ട്രെയിനിങ്ങിന് തന്നെ വരണ്ട, കമാൻഡറുടെ വാക്ക് അനുസരിക്കണം എന്നതാണ് ട്രെയിനിങ്ങിലെ ഏറ്റവും മുഖ്യമായ കാര്യം. നീ അത് തന്നെ ലംഘിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തൻവിയെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു. ഇതിൽ തൻവി ആകെ തകർന്നു പോവാണ്. സ്വന്തം മുത്തശ്ശന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇതുവരെ ഏത് മുത്തശ്ശനാണോ തൻവിയെ സപ്പോർട്ട് ചെയ്യാതെ പേടിച്ചിരുന്നത്, ഇപ്പോൾ അദ്ദേഹം തന്നെ ശ്രീനിവാസന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അയാളെ സമാധാനിപ്പിച്ച് തൻവിയെ ട്രെയിനിങ്ങിൽ ചേർക്കാൻ പറയുന്നു. എന്നാൽ ശ്രീനിവാസൻ പറയുന്നു, ട്രെയിനിങ്ങിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതെല്ലാം തൻവി പഠിച്ചു കഴിഞ്ഞു, അതിനു മുകളിലും അവൾ പഠിച്ചു കഴിഞ്ഞു, ഇനി അവൾ എക്സാമിൽ പോയി പാസ്സാകുക മാത്രമാണ് ബാക്കിയുള്ളത്. എൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ അവൾ ആർമിയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻവിയുടെ അമ്മയില്ലേ, അവരും അമേരിക്കയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ അവർ വലിയൊരു മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. ആർമിയിൽ പോകണം എന്ന ലക്ഷ്യത്തിൽ മുടി പോലും ഒരു ശല്യമാകരുത് എന്ന് കരുതി അവൾ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിരിക്കുന്നു. കാണാൻ വളരെ മെച്ചുവേർഡാണ്. അമ്മയോടും വളരെ മെച്ചുവേർഡായി സംസാരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ അമ്മയ്ക്കും വലിയ സന്തോഷം വരുന്നു. തൻവിയുടെ മുത്തശ്ശൻ അവളെ നല്ല രീതിയിലാണ് നോക്കിയത് എന്നോർത്ത് തൻ്റെ അമ്മായിയച്ഛനോടും അവർക്ക് ബഹുമാനം തോന്നുന്നു. ഇപ്പോൾ തൻവി ആർമിയുടെ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് തൻ്റെ ഗുരുവായിട്ടുള്ള ആ ശ്രീനിവാസന്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകുന്നു. ഇപ്പോൾ യഥാർത്ഥ ആർമി ക്യാമ്പിലേക്ക് വരികയാണ്. അവിടെ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും അവൾ പങ്കെടുക്കുന്നു. എല്ലാത്തിലും അവൾ 1ാം സ്ഥാനത്ത് വരുന്നു. ഇപ്പോൾ അവസാന റൗണ്ടായ ആ ഇൻ്റർവ്യൂ വരുന്നു. മറ്റു സ്റ്റുഡൻസിനൊക്കെ ആ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം എന്നതെല്ലാം തൻവി പറഞ്ഞു കൊടുക്കുന്നു. അവസാനം അവരിപ്പോൾ ഇൻ്റർവ്യൂ ടേബിളിൽ വന്നിരിക്കുകയാണ്. തൻവിയുടെ സ്വഭാവവും അവൾ സംസാരിക്കുന്ന രീതിയും എല്ലാം കാണുമ്പോൾ അവൾ വളരെ സ്പെഷ്യലാണ്, വളരെ വ്യത്യസ്തയാണ് എന്ന് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്നു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയ ഒരു കുട്ടിയെ ആർക്കും ആർമിയിൽ ചേർക്കാൻ കഴിയില്ല എന്നൊരു റൂളുണ്ട്. അത് അവിടെയുള്ളവരെല്ലാവരും പറയുന്നു. എന്നാൽ തൻവിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആർമിയിൽ പോകണമെന്ന് പറഞ്ഞ് ആ സമയത്ത് അവൾ മാനസികമായി തകർന്ന് കണ്ണു നിറയുന്നു. നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്തിനാണ് നിനക്ക് ആർമിയിൽ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു കാരണം പറയുന്നു. അത് വളരെ നിസ്സാരമായും ഒരു കുട്ടികളിയായും അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ തൻവിയുടെ അച്ഛൻ ബനാ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ദേശീയ പതാക ഉയർത്തണം എന്ന് തീരുമാനിച്ചിരുന്നില്ലേ, പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛന് ചെയ്യാൻ കഴിയാത്തത് താൻ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ബനാ ഹിൽസിലേക്ക് എല്ലാവർക്കും പോകാൻ കഴിയില്ല, ആർമിയിലുള്ളവർക്ക് മാത്രമേ പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ആർമിയിൽ ചേരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തൻവി പറയുന്നു. ഇപ്പോൾ തൻവിയുടെ മുത്തശ്ശൻ വെളിയിലിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഉള്ളിലേക്ക് വിളിച്ചിട്ട്
സർ, താങ്കൾ ഞങ്ങളുടെ സീനിയറാണ്. ഇവൾ പറയുന്ന കാരണം നോക്ക്. ഇതിനൊക്കെ വേണ്ടി ആരെങ്കിലും ആർമിയിൽ ചേരോ? ഇതെന്താണത്? ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലിരുത്തിയാൽ പോരായിരുന്നോ? അതുമാത്രമല്ല, ഒരു സ്പെഷ്യൽ പേഴ്സണെ എങ്ങനെ ആർമിയിലെടുക്കും എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനും ദേഷ്യം വരുന്നു. ഇപ്പോഴുള്ള യുവാക്കളൊന്നും ആർമിയിൽ ചേരണം എന്നൊരു ആശയവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവൾ ആർമിയിൽ ചേരണമെന്ന് കരുതി എത്രത്തോളം കഷ്ടപ്പെട്ടു, പോരാടി. സ്വന്തം അച്ഛനെ പോലെ ആകണം, അച്ഛന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യണം എന്നവൾ ചിന്തിച്ചു. ബനാ ഹിൽസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥലമല്ല, അതിർത്തിയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ പോയി ദേശീയ പതാക ഉയർത്തുക എന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെ ഉയർത്തണമെങ്കിൽ അത് ശത്രുവിന് നമ്മൾ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെയാണ്. നമ്മുടെ അതിർത്തി നമ്മൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് പോലെ. അത് അവൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ആർമിയിൽ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവൾ സ്പെഷ്യലാണ് എന്നതുകൊണ്ട് മാത്രം അവളെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ അവൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ എങ്ങനെ നോക്കിയാലും ഇതൊരിക്കലും സാധ്യമല്ല എന്നൊരു കാര്യം അവിടെ വ്യക്തമാവുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തൻവിക്ക് ഒരു ആർമി വുമൺ ആകാൻ കഴിയാതെ വരികയാണ്. എങ്കിലും നമ്മുടെ തൻവിയുടെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിക്കുന്നു. മുത്തശ്ശൻ ഓൾറെഡി ആർമിയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ഈ ബനാ ഹിൽസിന്റെ ബേസ് ക്യാമ്പ് വരെ അദ്ദേഹത്തിന് കടക്കാൻ കഴിയും. അങ്ങനെ ആ സ്ഥലത്തേക്ക് തൻവിയെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു ദേശീയ പതാകയെ തൻവിയെ കൊണ്ട് സെല്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ബേസ് ക്യാമ്പ് വരെ മാത്രമായി എൻ്റെ സ്വപ്നം നിർത്താൻ കഴിയില്ല. എൻ്റെ അച്ഛന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്ന് തൻവി ആഗ്രഹിക്കുന്നു. മോളെ, എനിക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മുകളിലേക്ക് പോകണമെങ്കിൽ അതിന് നീ ആർമിക്കാരിയായിരിക്കണം. നിനക്കതിന് കഴിയില്ല, മനസ്സിലാക്ക് എന്ന് പറഞ്ഞിട്ടും തൻവി വാശി പിടിക്കുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് മേജർ വരുന്നത്. ആരാണത്? ഈ മുത്തശ്ശൻ്റെ സുഹൃത്ത്. അദ്ദേഹം സ്വന്തം മകൻ ഒരു ആർമിക്കാരനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയതുകൊണ്ട് നമ്മുടെ തൻവിയെ സഹായിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതുകൊണ്ട് തൻവിയുടെ ആഗ്രഹം നിറവേറ്റാനായി ആ മലമുകളിലേക്ക് അദ്ദേഹം അവളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഒരു ടീം തന്നെയുണ്ട്. ആ ടീമിനോടൊപ്പം ചേർന്ന് നമ്മുടെ തൻവി ആ ബനാ ഹിൽസിൽ എത്തണം എന്ന പ്ലാനോടെ ആ മലയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഇതുവരെ ആർക്കും ഉയർത്താൻ കഴിയാത്ത ദേശീയ പതാക ആ സ്ഥലത്ത് നാട്ടി അവൾ ഉയർത്തുകയും അതിനൊരു സെല്യൂട്ട് അടിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇത് ലോകമെമ്പാടും ഇന്ത്യയിൽ ആകമാനവും പടരുന്നു. എല്ലാവരും നമ്മുടെ തൻവിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർക്കുള്ള ദേശസ്നേഹവും അച്ഛനു വേണ്ടി അവൾക്ക് കഴിയില്ല എന്ന് കരുതിയ ഒരു കാര്യം ചെയ്തു കാണിച്ച രീതിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും വ്യത്യസ്തരാണ്, ഇത് അവർക്ക് കഴിയില്ല, ഇത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. തുടർച്ചയായി ആരെങ്കിലും ഒരു കാര്യത്തിനായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ അതവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതിന് തൻവി തന്നെ വലിയൊരു ഉദാഹരണമാണ് എന്നും ഇതൊരു സാധാരണ കഥയല്ല, ഇതെല്ലാം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഇതാ നിൽക്കുന്നത് കണ്ടില്ലേ, ഇവരാണ് യഥാർത്ഥ തൻവി. സിനിമയിൽ കാണിച്ച തൻവി ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം ചെയ്ത യഥാർത്ഥ തൻവി വന്ന് ആ കോഫി വാങ്ങുന്നത് പോലെയും അങ്ങനെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്ന പോലെയും കാണിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.